നോക്ക്, ഞാൻ മിസ് പന്നി ഊയിന്റെ അടുത്തിരുന്ന് അവന്റെ മെമ്മറി ഫുള്ളും ഇല്ലാതാക്കാൻ പോവാ. ഞാൻ അവനെ നിന്റെ മെമ്മറിന്ന് കത്തിച്ചു കളയോടി എന്ന് ഇവൻ ഇവിടെ തീരുമാനം എടുക്കും. ഇതേസമയം വീട്ടിൽ വെച്ച് ഊയിനാണ് ഇന്ന് സുൻഹയും ഗീറിനെ ഒരുമിച്ച് കണ്ടുമുട്ടിയത്. അവൾ അസൂയപ്പെട്ടിരിക്കും. അപ്പോഴാണ് ഇവൾ അവിടെ ഒരു കീച്ചയും കണ്ടുടനെ ഇവളുടെ ഫ്രണ്ട് മിറയെ ഓർമ്മ വരുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവിടെ മിറയും ഊയിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അതേസമയം ഊയിനും സെറയും കൂടെ ഇപ്പൊ അവളെ കുറിച്ചായിരിക്കും സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ മിറയെ വിളിച്ചു പോയെന്നറിഞ്ഞ് ഊയിൻ ആ കാര്യമൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പം അവളുടെ കൂട്ടുകാരിയും അതെല്ലാം പുറയുന്ന കേട്ടോണ്ടിരിക്കുക. അപ്പോഴാണ് ഗീജനും അവന്റെ ഫ്രണ്ട്സായിട്ട് അവിടേക്ക് വന്നിട്ട്, ഗായ്സ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം, ഇതാണ് എന്റെ ഫീമെയിൽ ഫ്രണ്ട് ഊയിൻ, ഗേൾ ഫ്രണ്ട് അല്ല ഫീമെയിൽ ഫ്രണ്ട് എന്ന് അവനും പരിചയപ്പെടുത്തുമ്പം അവളാണ് ഒരു സെക്കൻഡ് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവനും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൻ എപ്പോഴെന്തിനും ഇങ്ങോട്ടേക്ക് വരുന്ന അവളിങ്ങനെ ചോദിക്കുമ്പം അവനാണ് ഇന്നലെ സുൻഹോ ഡ്രസ്സ് കീറിയതുകൊണ്ട് ഇവൾക്ക് പുതിയ ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കും. അതിനേശം അവള് താങ്ക്സ് പറയുമ്പം അവനും തിരിച്ച് ഇവളുടെ വാങ്ങിച്ചിട്ട്, ഓ അതിന്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഞാൻ തന്നെ ഇത് അവന്റെ കൊടുത്തോളാം എന്ന് ഇവൻ വാങ്ങിച്ചു വയ്ക്കുമ്പോഴാണ് അവളും, എങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടേക്കൊന്ന് എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞാൽ പോലെ ഇതൊക്കെ എന്നിട്ട് അവൾ പറയുമ്പം അവൻ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങും. അയ്യോ ഇന്നലത്തെ നെറ്റ് വാൻ എനിക്ക് സഹിക്കാൻ വയ്യ, നീ കണ്ടോ ഊയിൻ എന്റെ നെറ്റിയൊക്കെ പൊങ്ങി വന്ന് എന്ന് ഇവനും പറയുമ്പം അവൾക്കാണ് ഒന്നും കാണാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും, നിനക്ക് സോറ് കഴിക്കാൻ താല്പര്യമുണ്ട്, അതിന് ഞാൻ ഒരു വഴി കണ്ടെത്തി തരാന്ന് പറഞ്ഞ് ഇവളുടെ ചില ഫുഡ് കഴിക്കാൻ വേണ്ടി അവരെയൊക്കെ വിളിച്ചോണ്ട് പുറത്തേച്ചില്ലും. എന്നിട്ട് അവനും അവന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇഷ്ടപ്പെട്ടേക്ക് ഓർഡർ ചെയ്യാൻ പറയുമ്പം അവന്മാരെ കുറെ ലിസ്റ്റിങ്ങിന് ഇറക്കിക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ഊയിന്റെ കൂട്ടുകാരിയാണ് ഇതിന്റെയൊക്കെ പൈസ നീയാണ് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അവളിങ്ങനെ ഷോക്കായി ചോദിക്കും. അപ്പോഴാണ് ബില്ലിന്റെ എമൗണ്ട് ആയിട്ട് ഇവളാണ് പേടിച്ചിട്ട്, 4000 എന്റെ പൈസ മൊത്തത്തിൽ പോവില്ല എന്നിട്ട് അവളിങ്ങനെ പേടിച്ചിരിക്കുമ്പം അവളുടെ കൂട്ടുകാരിയും പകുതി പൈസ ഞാൻ തരാന്ന് ഇവരുടെ ഒരു പൈസ എടുത്ത് പേ ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഗീജനും തടഞ്ഞു നിർത്തിയിട്ട്, നിന്റെ കൂടെ ഞാൻ ഉള്ളപ്പോ നീ എന്തിനു പേടിക്കണം എന്നിട്ട് ആ പൈസ എല്ലാം ഗീജനാണ് കൊടുക്കും. അതിനെ ശവന്മാരൊക്കെയാണ് ഇവളുടെ പേരും ഗീജന്റെ പേരും ഫ്ലെയിംസ് ഇട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ അവർ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗീജന് ഷോ കാണിക്കാൻ വേണ്ടി, നിനക്കൊരു കാര്യം അറിയാം, നമ്മൾ രണ്ടുപേരുടെ പേരിട്ടപ്പോ 126 പോയിന്റ് കിട്ടി, അപ്പൊ നമ്മൾ പെർഫെക്റ്റ് മാച്ചാ എന്നിട്ട് അവനും പറഞ്ഞ് ഷോ കാണിച്ചോണ്ടിരിക്കുമ്പം ഹൂയിനാളെ നോക്കിയിട്ട്, ഇതേ കുറച്ചും കൂടെ കൂട്ടാനുണ്ട്, അപ്പൊ നമുക്ക് 38 കിട്ടത്തുള്ളൂ എന്നിട്ട് അവള് പറഞ്ഞു കൊടുക്കും. ഇത് കേട്ട് അവനും 38 ഉള്ളെന്നോ എന്നിട്ട് അവന് ചമ്മി പോകുമ്പം അവന്റെ കൂട്ടുകാരന്മാരാണ് ഇതൊക്കെ ചുമ്മാ ഫേക്ക് കളിയാന്ന് പറഞ്ഞ് അവന് വിശ്വസിക്കണമെന്ന് അറിയും. എന്നിട്ട് ഗീജനാണ് ഇവളുടെ പേരും സുൻഹോയുടെ പേരും കൂടെ എഴുതി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഹൂയിനാണ് അത് കണ്ടിട്ട് കുറച്ച് സന്തോഷത്തിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനാണ്, എടി 91 മാർക്ക് വരുന്നപ്പോ നിനക്കറിയായിരുന്നു, അതല്ലേടി നിന്റെ മുഖത്തൊരു സന്തോഷം, ഡെയിലി വീട്ടിൽ നിനക്ക് ഇതാണല്ലോ പണി, നിന്റെ മൈൻഡിൽ നിന്ന് അവനെ എടുത്ത് കളയോടെ മൊത്തത്തിൽ എന്നിട്ട് അവന് ദേഷ്യപ്പെട്ട് പറയുമ്പം ഇവന്റെ കൂട്ടുകാരന്മാരാണ് അവനെ സമാനപ്പെടുത്തും. അതിനുശേഷം ഗീജൻ അവളോട് ഇനിയിപ്പോ നമുക്ക് ഒരുമിച്ച് ലൈബ്രറി പോകാന്ന് പറയുമ്പം അവളാണ് ഞാനിതിന് പറഞ്ഞെന്ന് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവനും അവന്റെ ഫ്രണ്ട്സും കൂടെ നിങ്ങൾ ഒരുമിച്ച് പോയാലേ നിങ്ങൾ തമ്മിൽ ബന്ധം വളരത്തുള്ളെന്ന് അവരൊക്കെ അഡ്വൈസ് ചെയ്യും. ഇതേ സമയം ഇവരവിടെ പോന്നോ അതേ സ്ഥലത്തായിരിക്കും ആ ഏറിയമിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നത്. അപ്പോഴാണ് അവള് 3 പേരും കൂടാണ് ഇവിടെ ഗീജോൻ ഊയിനായിട്ട് സംസാരിക്കുന്നുണ്ട്, ഇതാ ഏറിയമിന്റെ ക്രഷ് അല്ലെന്ന് പറഞ്ഞ് ഇത് ഫോട്ടോ എടുത്ത് അവൾക്ക് അയക്കാൻ തീരുമാനിക്കും. അതിനുശേഷം അന്ന് രാത്രി ഇവിടെ സുൻഹോയും ഗീറനും കൂടെ ഒരുമിച്ച് ഫുഡ് അടിക്കുമ്പോഴാണ് ഇവനാണ് ടിഷ്യൂ പേപ്പർ വെച്ച് ഇവളുടെ മുഖത്തിരിക്കുന്ന തുടച്ചളയും വരും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട്, സുൻഹോ നമ്മൾ തമ്മിൽ സിറ്റുവേഷൻ മൊത്തത്തിൽ ചമ്മലായിട്ട് മാറുക, അതുകൊണ്ടാ നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമായി ഞാൻ പറഞ്ഞു, നിനക്കെന്നെ ഇഷ്ടമെന്ന് അറിഞ്ഞപ്പോ തൊട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു ചെറിയ ചമ്മലൊക്കെ വന്നു തുടങ്ങി, ആ പഴയ പോലെ നിന്നോട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് ഇവള് വിഷമിച്ച് പറയുമ്പം ഇത് കേട്ട് അവനാണ്, എങ്കിൽ പിന്നെ ഇവളുടെ ആഗ്രഹം അതാണെങ്കിൽ അവളുടെ പഴയതുള്ള ഫ്രണ്ട് ആയിട്ടിരിക്കാൻ പറയും. ഇത് കേട്ട് അവളും ഇനി അതേപോലെ മാറാൻ ഇവനെ കൊണ്ട് പറ്റുമെന്ന് ചോദിക്കുമ്പം അവന് ഇഷ്ടമില്ലെങ്കിലും ഇവൾക്ക് അതാ വേണ്ടെങ്കിൽ അവനത് ചെയ്തേ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവളും അത്ര ഈസി ആയിട്ട് നിന്നെ കൊണ്ട് അങ്ങനെ മാറാൻ പറ്റുമെന്ന് ഇവള് ചോദിക്കുമ്പം അവന് ഈസി ആയിട്ട് മാറാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്ന് അവനത് ഒത്തിരി സങ്കടം എന്ന് പറഞ്ഞു കൊടുക്കും. അതിനേശം അവൾക്ക് മൊത്തത്തിൽ ഭ്രാന്ത് ഇളകിയിട്ട് നീ എന്നെ അങ്ങനെ ഇനി കാണത്തില്ലെന്ന് ഇവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് അവനാണ് നിന്നെക്കാണ് ഒട്ടും കൊള്ളത്തിലടി പന്നിക്കുട്ടി എന്ന് പറഞ്ഞ് അവളെ കുറെ തെറി വിളിക്കുമ്പം ഇവളാണ് സന്തോഷത്തി ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആയെന്ന് പറഞ്ഞ് അവരുടെ ഷേക്കൻഡ് എടുക്കും. അങ്ങനെ ഇവിടെ ഊയിൻ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവളുടെ അമ്മയാണ് ദേഷ്യത്തി ഇവള് പഠിക്കാനാണോ പോയ അല്ല പുറത്തെങ്ങാണ്ട് കറങ്ങാനാണോ പോയെന്ന് ചോദിക്കും. കാരണം ഇവളുടെ ഷൂ ഫുൾ ഇങ്ങനെ അഴുക്കായിരിക്കുക. അപ്പോഴാണ് അവളും പേടിച്ചിട്ട് ഇവളുടെ അമ്മയോട് സത്യം പറയാന്ന് പറഞ്ഞു വരുമ്പം അവൾക്കറിയാം ഇവളുടെ അമ്മയോട് ആ കാര്യമൊക്കെ പറഞ്ഞ പിന്നെ പുറത്തേക്ക് പോകാനേ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് അവളും പേടിച്ചിട്ട് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ പഠിക്കാനേ പോയ അമ്മയെന്ന് പറഞ്ഞ് ഇവളുടെ അമ്മയോട് കള്ളം പറയും. അതിനുശേഷം റൂമിലേക്ക് എത്തിയിട്ട് ഇവളും പഠിക്കാൻ അറിഞ്ഞിരിക്കുമ്പോഴാണ് മറ്റേ ഡ്രോയിങ് ക്ലബിലാണ് അവരടുത്തിടാമെന്ന കോസ്റ്റ്യൂമിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പരസ്പരം കളർ മാറ്റിയിടുന്നതാണ് അവരുടെ ടോപ്പിക്ക്. പക്ഷെ ഇത് കണ്ടിട്ട് അവളാണ് എക്സാം ആയതുകൊണ്ട് പഠിക്കണം എന്നറിഞ്ഞ് അവൾ ഈ ആഴ്ച വരുന്നില്ലെന്ന് മെസ്സേജ് ഇട്ടേക്കും. അതുകൊണ്ട് ബാക്കി എല്ലാവരും കൂടെ ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഇവൾക്ക് മെസ്സേജ് ഇടുമ്പം പെട്ടെന്ന് ഗീജനാണ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറഞ്ഞ് അവന്റെ ഒരു ഫോട്ടോ ഇട്ടേക്കും. അതോടെ ഇത് കണ്ട് എല്ലാവരും കൂടെ അങ്ങ് ഷോക്കായി പോകും. അതിനുശേഷം അവൾ അപ്പം തന്നെ ഗീജനെ വിളിച്ചിട്ട് ഇവൻ എന്തിനാ ഫോട്ടോ കിട്ടേന്ന് പറഞ്ഞ് മര്യാദയ്ക്ക് ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പോൾ അവന് നീ കാണാൻ വേണ്ടിയിട്ടേന്ന് പറഞ്ഞ് ഇതിലെന്തോ ഭക്ഷണം ചോദിക്കും. പക്ഷെ അവളാണ് ഇത് സുൻഹോ എല്ലാം കണ്ട് തെറ്റിരിക്കുന്ന പറഞ്ഞ് പേടിച്ചിരിക്കുക.
അത് കണ്ടുപിടിച്ച അവനും ഇവൾക്ക് എല്ലാരും കാണുന്നതുകൊണ്ടാണോ അല്ലെ സുൻഹോ ഇത് കാണുന്നതുകൊണ്ടാണോ ഈ ഒരു വെപ്രാളം ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരം പറയാൻ കാണത്തില്ല. അതിനുശേഷം സുൻഹോ തന്നെ ഇവർ തമ്മിൽ ഭയങ്കര ക്ലോസ് ആയെന്നൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവൾ ആ മെസ്സേജ് കണ്ടിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവന് മെസ്സേജ് പറയാൻ വേണ്ടി നോക്കും. പക്ഷെ ഗീജോങ് പറഞ്ഞു കേട്ട് ഇവൾ അങ്ങനെ മെസ്സേജ് അയക്കാതെ ഞങ്ങൾ തമ്മിൽ ചെറിയ ക്ലോസ് ആയെന്ന് പറഞ്ഞ് അവന് റിപ്ലൈ ഇട്ട് കൊടുക്കും. അപ്പോഴാണ് അതേസമയം ഇവളുടെ കൂട്ടുകാരി മിറയും അവളെ കാണാൻ വേണ്ടി പുറത്തേക്ക് വന്നേക്കുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴാണ് മിറയാണെ വിഷമിച്ചിട്ട് ഇവളെ ചെയ്ത തെറ്റിനൊക്കെ സോറി പറയും. അങ്ങനെ രണ്ടുപേരും പരസ്പരം പഴയതുപോലെ സംസാരിക്കുമ്പോഴാണ് മിറയാണ് ഇവള് ഡ്രോയിങ് ക്ലബ്ബിൽ ചേർന്ന് കുറെ കാണാൻ കൊള്ളുന്ന പയ്യന്മാർക്ക് ഇവളുടെ പുറകെ നടക്കുന്നുണ്ട്, അവൾക്ക് ചെറിയ അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിന്റെ സ്ഥാനത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിലും എന്നെ പോലെ ഒരു ഫ്രണ്ടിനെ നീ എപ്പോഴും അവോയ്ഡ് ചെയ്തിട്ട് പോയെന്ന് ഇവള് പറയുമ്പം ഇത് കേട്ട് ഊയിനെ വിഷമിച്ചിട്ട് നീ എന്തോട് അങ്ങനെ പറയുന്നത്, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും അവസാനിക്കത്തില്ല, മര്യാദയ്ക്ക് നീ പറഞ്ഞ വാക്ക് പിൻവലിക്കും എന്നിന് അവരുടെ ഒരു ഇമോഷണലായി ഇപ്പൊ പഴയതുപോലെ ഫ്രണ്ട്സ് ആകും. അതിനുശേഷം അടുത്ത ദിവസം ഗീജോൻ സമാനത്ത് ഉറങ്ങി കിടക്കുമ്പോഴാണ് ഇവന്റെ ചേച്ചിയാണ് അവിടേക്ക് വന്നിട്ട് ഇവന്റെ ഡ്രസ്സ് ഒന്ന് എടുത്തോട്ടേം ചോദിക്കും. കാരണം സുൻഹോയുടെ കൂടെ ഒരു ബോയിനെ പോലെയൊക്കെ ബിഹേവ് ചെയ്താല് അവന്റെ ആ മനസ്സ് മാറത്തുള്ളെന്ന് ഇവള് വിചാരിക്കുന്നത്. അതുകൊണ്ട് അവളും അവന്റെ കൂടെ ലൈബ്രറി പോകാന്ന് പറഞ്ഞ് ഇവിടെ നോക്കുമ്പം ഇതേക്കുന്ന ഗീജനാണ് ഷോക്കായിട്ട് ലൈബ്രറിയിലോ അവിടെല്ലാം എന്റെ മിസ് പന്നി ഊയിനും പോന്നെ എന്നിന് അവൻ ഞെട്ടിപ്പോവും. ഇതേ സമയം സുൻഹയെ കണ്ടിട്ട് ഇവളാണ് ഹായ് മൈ ഗായ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവന് ഫ്രണ്ട് തന്നെ വിളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും ഇവളെ ഡ്രസ്സിൽ കാണാൻ കിടിലെന്ന് പറയുമ്പം ഇവളും ചമ്മിപ്പോയിട്ട് ഇവൻ ഇത് ഇഷ്ടപ്പെട്ടോന്ന് അവളിങ്ങനെ മനസ്സിൽ വിചാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനും നമുക്കിപ്പോ കോളേജിന്റെ അസൈൻമെന്റിനെ കുറിച്ച് പഠിക്കാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ ബുക്ക് എടുക്കുമ്പം അതേസമയം ഇവരവിടെ വെച്ച് ഊയിനെ കണ്ടുമുട്ടും. അങ്ങനെ അവളുടെ കൂട്ടുകാരി മിറയുടെ കൂടെ പഠിക്കാൻ വേണ്ടി വന്നേക്കുക. പക്ഷെ ഇത് കാണുന്ന ഗീറിനാണ് ഓടിച്ചെന്ന് ഊയെന്ന് പറഞ്ഞ് അവളെ വിളിക്കും. കാരണം ഇവൾക്കും സുൻഹോടെ ഒറ്റയ്ക്ക് കറങ്ങാൻ വയ്യ. അതുകൊണ്ട് ഊയിനെ കൂട്ടുവിളിക്കുമ്പം അവളാണ് എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഇവരെ ചെന്ന് പഠിച്ചോളാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഗീറിനും ഓയുൻ നിന്റെ ഫ്രണ്ടോ എങ്കിൽ പിന്നെ നിന്നെ പോലെ അടുത്തൊരു ക്യൂട്ടി ആയിരിക്കും, ഒരു ദിവസം നമ്മുടെ ഡ്രോയിങ് ക്ലബ്ബിൽ വിളിച്ചോണ്ടോ എന്നിന് ഇവളും ചോദിക്കുമ്പോഴാണ് കറക്റ്റ് അതേസമയം ഗീജനാണ് അവിടേക്ക് വന്നിട്ട് എക്സ്ക്യൂസ് മീ ഞാനാണ് ആ ക്യൂട്ടായിട്ടുള്ള ഫ്രണ്ട്, ഞങ്ങൾ രണ്ടുപേരും പഠിക്കാൻ വേണ്ടി വന്ന് എന്നിന് അവനെ കണ്ടതും ഊയിനാണ് ഇനി ഇവരോട് എന്തോ പറയണമെന്ന് അറിയാതെ അവളും ഗീജോന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് ചുമ്മാ കള്ളം പറയും. അപ്പോഴാണ് അവന് സന്തോഷത്തി സുൻഹോടെ മറ്റേ കീറ ഡ്രസ്സ് ഇപ്പൊ തിരിച്ചു കൊടുക്കും. എന്നിട്ട് അവനും അറിയാതെ അത് കീറിപ്പോയതുകൊണ്ട് ഇവന് വേണ്ടി പുതിയ ഒരെണ്ണം വാങ്ങിച്ചെന്നേക്കാന്ന് പറയും. അപ്പോഴാണ് അവന് ചേച്ചി തലക്കടിച്ചിട്ട് വലന് ഡ്രസ്സ് കീറാൻ നിനക്ക് നാണില്ലാടാന്ന് പറഞ്ഞ് അവനെ വഴക്കുറയും. അപ്പോഴാണ് സുൻഹോയും എനിക്ക് വേണ്ടി പുതിയ ഡ്രസ്സ് വാങ്ങിച്ചതിന് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ഇവ രണ്ടുപേരും എങ്കിൽ പിന്നെ പഠിച്ചോന്നറിഞ്ഞ് അവൻ ഇവരെ ശല്യപ്പെടുത്താതെ ഗീറിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതോടെ ഇവിടെ ഗീജനാണ് സന്തോഷത്തി എല്ലാം മാഞ്ഞുപോയി. അതായത് നീ എന്റെ കൂടെ വന്നേക്കുവാന്ന് അവരോട് പറഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ മൈൻഡിൽ നിന്ന് സുൻഹോ മൊത്തത്തിൽ മാഞ്ഞുപോയി എന്നിന് അവനും പറഞ്ഞോണ്ട് നടക്കുമ്പം ഇവളാണ് അതുകൊണ്ടൊന്നല്ല പറഞ്ഞെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് രക്ഷപ്പെട്ടു പോകും. അപ്പോഴാണ് ഗീജുവിന് പുറകെ വന്നിട്ട് ഇവളെ കാണാൻ വേണ്ടി വന്നതൊന്നല്ല മറ്റേ ഡ്രസ്സ് അവന് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. അപ്പോഴാണ് അവളും താങ്ക്സ് പറഞ്ഞിട്ട് സുൻഹയും ഗീറിനും കൂടെ കാണാൻ നല്ല ചേർച്ചയാന്ന് പറയും. ഒരേശ ഗീറിൻ അവന്റെ കൂടെ ക്ലോസ് അല്ലായിരുന്നെങ്കിൽ പോലും ഇവളുടെ ഇഷ്ടം സുൻഹോടെ പറയാൻ അവൾ ഒരിക്കലും തീരുമാനിച്ചു കാണത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ സുൻഹോടെ അടുത്തോലെ എത്തത്തില്ലെന്ന് പറയും. ഇത് കേട്ട് ഇവനാണ് ഷോക്കായിട്ട് നീ എന്തോ പറയുന്നത്, നീ അടിപൊളിയല്ലേ, ആ കാര്യം നിനക്കോലെ അറിയത്തില്ല എന്നിന് ഇവൻ മോട്ടിവേറ്റ് ചെയ്യുമ്പം ഇത് കേട്ട് അവൾ സന്തോഷത്തി എങ്കിൽ പിന്നെ ഞാൻ പോയി എന്റെ ഇഷ്ടം അവനോട് പറയട്ടേം ചെയ്യിക്കും. അതോടെ ഇവനാണ് പേടിച്ചിട്ട് എന്റെ വായി തന്നെ എനിക്കെതിരെ ഹോയ് ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നീ മറ്റുള്ളവരുടെ കണ്ണിലൊന്നും ബ്യൂട്ടിഫുൾ ആകണമെന്നില്ല, എന്റെ കാഴ്ചയെ മാത്രം ആകിയാൽ മതി, കാരണം അത് തന്നെയാ എനിക്കും വേണ്ട എന്നിന് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരി മിറയാണ് ലൈബ്രറി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നീ എന്തോട് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവളെ അടുത്തേക്ക് ഓടിരും. അപ്പോഴാണ് ഊയിന് മനസ്സിലാന്ന് ഇവളെ കാണാൻ വന്ന കാര്യം മറന്നുപോയെന്ന്. അതിനുശേഷം അന്ന് രാത്രി ഇവളെ സുൻഹോയും ഗീറിനും കൂടെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴാണ് അവിടത്തെ കടക്കാരിയും ഇവരെ കണ്ടിട്ട് കപ്പിൾസ് ആയിട്ട് തെറ്റിയിരിക്കും. അതോടെ ഗീറീനാണ് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് ആന്റി എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വീണ്ടും ചമ്മലാകും. അങ്ങനെ അതുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് ഇവളാണ് ഞാനൊരു ആൺകുട്ടിയായിട്ട് ജനിച്ചായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ ഇവിടെ സങ്കടത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് നീ ആദ്യം സമാധാനത്തിൽ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങ്, നാളെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും, പിന്നീട് എന്നോട് സംസാരിക്കാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല എന്നിന് ഇവനും പറയുമ്പം ഇത് കേട്ട് ഇവൾ ആശ്വസത്തി എങ്കിൽ പിന്നെ നാളെ തൊട്ട് നമ്മൾ പഴയതുപോലെ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ഊയിനും മിറയും കൂടെ ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം പുറകെ ഗീജനും വരുന്നുണ്ട് ഇവളുടെ കൂട്ടുകാരിയാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നീ എന്തോടെ ഇടയിൽ കയറി സംസാരിക്കുന്ന പറഞ്ഞ് അവനെ മിണ്ടായിരിക്കാൻ പറയും. അതിനുശേഷം അവളുടെ കൂട്ടുകാരിയും കാണാൻ ഹാൻസം ആയിട്ട് ഞാൻ വെറുതെ ഇടുവാന്ന് പറഞ്ഞ് അവളിപ്പോ വീട്ടിലേക്ക് പോകുമ്പോൾ ഊയിൻ അവളുടെ പുറകെ പോകാൻ നോക്കും. അപ്പോഴാണ് ഗീജൻ തടഞ്ഞു നിർത്തിയിട്ട് മിസ് പന്നി നിങ്ങളുടെ ഫ്രണ്ട് പോട്ട് നമുക്കിപ്പോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം എന്നിന് ഇവനും പറയുമ്പം അവളാണ് സുൻഹോയുടെ ഫ്രണ്ട് ചുമ്മാ ഇവനെ കാണാമെന്ന പോലെ ആക്ട് ചെയ്തതെന്ന് പറയും. അപ്പോഴാണ് അവനും അത് കൊള്ളാല്ലേ ഇതിനുമ്പ് എന്റെ ജസ്റ്റിലേക്ക് പിടിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ സംസാരിക്കുന്നു എന്നിന് ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്രൂപ്പിൽ ഇവരുടെ കളർ അല്ലാതെ വേറെ ആരുടെ കളർ വേണം ചൂസ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ഗീജൻ പെട്ടെന്ന് ബേബി ബ്ലൂ എന്ന് പറഞ്ഞ് ഇവളുടെ കളർ ചൂസ് ചെയ്യും. അതേസമയം അവളും പരീക്ഷ കൊണ്ട് ഇവൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് വിഷമിച്ചിരിക്കുമ്പം ഇവന് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇവിടെ ഉള്ളതുപോലെ എല്ലാ സെക്കൻഡിലും നിനക്ക് ഞാൻ ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞ് അവളെ സമ്മാനപ്പെടാൻ പറയും. അതുകൊണ്ട് അടുത്ത ദിവസം ഇവിടെ ഗീജന്റെ
ചേച്ചിയും ബ്ലാക്ക് ഫിംഗറിന്റെ കോസ്റ്റ്യൂം ഇട്ടുണ്ട് ഇവൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് അവിടെ ഗീജനാണ് ഊയിന്റെ ഗെറ്റപ്പിൽ നിൽക്കും. അത് കണ്ട് അവളാണ് പേടിച്ചിട്ട് ഷടാ ഈ നാറിയെ കണ്ട് എനിക്ക് പേടിയാവുന്നില്ല എന്നിന് അവള് സംസാരിക്കുമ്പോൾ പുറേ വന്നിട്ട് സുൻഹയാണ് ഇവളെന്തോർത്ത് പേടിക്കുന്നതും ചെയ്യിക്കും. അതേസമയം സുൻഹോ ഇപ്പൊ ഇട്ടോണ്ടെന്നേക്കുന്ന ഗീറിന്റെ കളറാണ്. അതുകൊണ്ട് അവളെ പോലെ തന്നെ സംസാരിക്കുമ്പോൾ ഇത് കേട്ട് ഗീജനും എന്റെ പന്നി ചേച്ചിയെ പോലെ കറക്റ്റ് സൗണ്ടാന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അപ്പോഴാണ് ഗീറിനാണ് സന്തോഷത്തി സുൻഹോ ഇന്നലെ നീ പറഞ്ഞ സത്യ ഇപ്പൊ എനിക്ക് നിന്റെ കൂടെ നോർമലായിട്ട് സംസാരിക്കാൻ പറ്റുന്നു എന്നിന് ഇവരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ബ്രൗൺ ഫിംഗർ ആണ് ഗീജന്റെ ഗെറ്റപ്പ് വരും. അപ്പോഴാണ് ഗീജൻ അതെല്ലാം ഫോട്ടോ എടുത്തോണ്ട് ഷടാ എന്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇങ്ങനെ നാണിച്ചൊക്കെ വരുന്നു മിസ്റ്റർ, അതൊന്നും പാടില്ല, ധൈര്യം വേണം എന്നിന് അവനും പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്തായിട്ട് പിങ്ക് ഫിംഗറും സുൻഹോയുടെ ഗെറ്റപ്പ് അവിടേക്ക് വരും. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ കളർ മാറ്റിക്കൊണ്ട് വെറൈറ്റി കോസ്റ്റ്യൂമിലായിരിക്കും വരുന്നത്. അങ്ങനെ ഇന്ന് ബേബി ബ്ലൂ ഓയി മാത്രമേ ഉള്ളൂ മിസ് ചെയ്തെന്ന് പറഞ്ഞ് ഇവരൊക്കെ സംസാരിക്കുമ്പോൾ ഗീജനാണ് അവളൊന്നും മിസ് ചെയ്യത്തില്ല, എല്ലാ ഫോട്ടോസും ഞാൻ അവൾക്ക് അയച്ചു കൊടുക്കുന്നതെന്ന് ഇവനും പറഞ്ഞിട്ട് പോകുമ്പോൾ സുൻഹയാണ് എങ്കിൽ പിന്നെ എന്റെ ഫോട്ടോ എടുത്തായിട്ട് ഞാൻ കണ്ടില്ലെന്ന് ഇവനോട് അയക്കും. അപ്പോഴാണ് ഗീജനും സോറി ഇന്ന് നീ വന്നതായിട്ട് നീ കണക്ക് കൂട്ടണ്ട, കാരണം ഫോണിൽ സ്പേസ് ഇല്ല എന്നിനെ സുൻഹോയുടെ ഫോട്ടോ മാത്രം എടുക്കത്തില്ല. അങ്ങനെ ഓരോരുത്തരും പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം കൂടെ ഇവനെടുത്ത് അയച്ചു കൊടുക്കുമ്പോഴാണ് അവളാണ് വീട്ടിൽ നിന്ന് പഠിക്കുന്ന സമയത്തും ഇത് കണ്ട് സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഗീജനാണ് ഇവൾക്ക് ഫോൺ വിളിച്ചിട്ട് ഇവനോട് പറയാതാണ് ഇറങ്ങിപ്പോന്നെന്ന് അറിഞ്ഞ് അവളോട് ഉള്ള പോലെ സംസാരിച്ചോണ്ടിരിക്കും. അത് കേട്ട് ഇവളാണ് സന്തോഷത്തി എല്ലാ സംഭവം ഫോട്ടോ എടുത്ത് അയച്ചതിന് അവന് താങ്ക്സ് പറയും. അതേസമയം ഗീജനും അവന്റെ കൂട്ടുകാരെ എഴുത്തരുന്നൊക്കെ വായിച്ചു നോക്കി സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ നമുക്ക് ലൈബ്രറി അന്ന് ഒരുമിച്ച് പോയെന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ നീ ഫ്രീ ആണ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് റിയൽ ആയിട്ട് കറങ്ങാൻ പോവാം, ഞാനിപ്പോ ഫോൺ വെക്കുക, എടാ മണ്ട ഫോൺ വെക്കടാ എന്നിന് ഇവൻ ഓരോന്നൊക്കെ വായിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരനാണ് നിന്നെ അവിടെ വയ്ക്കാൻ പറഞ്ഞ മണ്ടാന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി പറയും. അതോടെ ഇവന്മാര് സംസാരിക്കുന്നതൊക്കെ അവൾക്ക് കേട്ട് മനസ്സിലാവും ഇവൻ ആരാണ്ട് എഴുതി കൊടുക്കുന്ന വായിച്ച് സംസാരിച്ചോണ്ടിരിക്കുവാന്ന്. അങ്ങനെ പരീക്ഷയ്ക്ക് ഓരോ ദിവസവും ഇവിടെ ഊയും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതേസമയം ഇവളുടെ പരീക്ഷ കഴിയുന്ന സമയം ഗീജനാണ് അലാറം വെച്ച് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവന്റെ കൂട്ടുകാരനും അലാറം അടിക്കുമല്ലോടാ പിന്നെന്തിനാണ് നീ ഉറങ്ങാൻ ഇത് തന്നെ നോയിക്കൊണ്ടിരിക്കുന്നത് എന്നിന് അവന്റെ കൂട്ടുകാരനും ചോദിച്ചിട്ട് ഇവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് തലവേദന പിടിച്ചിരിക്കും. അപ്പോഴാണ് ഗീജനാണ് അവന്റെ ഫോൺ നോക്കിയിട്ട് ഹൂയിന് ഇവനെ ഉച്ചയ്ക്ക് 2 മണിക്ക് വരാൻ പറഞ്ഞെന്ന് മെസ്സേജ് ഇട്ട കാര്യം പറഞ്ഞ് ഇവനിവിടെ വിളിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൂട്ടുകാരനും ഭ്രാന്തളക്കിയിട്ട് എടാ തെണ്ടി രാത്രി 12 മണിക്ക് നിനക്ക് എന്തോടെ ഇത്രയ്ക്കും വലിയ ചിരി മിണ്ടാ കിഴങ്ങ എന്നിന് അവനടിച്ച് പൊട്ടിക്കും. അങ്ങനെ വരാൻ പോകുന്ന ആ സമയത്തിന് വേണ്ടി ഇവിടെ ഗീജൻ ഉറക്കമില്ലാതെ അലാറം തന്നെ നോക്കി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവസാനം ഇവളുടെ പരീക്ഷയുടെ ദിവസമാകും. അങ്ങനെ കറക്റ്റ് 2 മണിക്ക് ഇവളെ കാണാൻ വേണ്ടി ഗീജൻ വരുന്നറിഞ്ഞ് അവള് കുറച്ച് എക്സൈറ്റ്മെന്റ് ഇരിക്കുമ്പം ഇവളുടെ ഫ്രണ്ട്സ് ആണ് ആദ്യമായിട്ട് അവൻ്റെ ഡേറ്റ് ഒക്കെ പോകാന്നറിഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കും. അപ്പോഴാണ് ഊയിനും ഇത് ഡേറ്റ് ഒന്നും ഇല്ലെന്നറിഞ്ഞ് അവളുടെ ഫ്രണ്ട്സിനോട് പറയുമ്പം അവരാണ് ഞങ്ങൾക്ക് അസൂയെന്നറിഞ്ഞ് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഊയിന് അത് കേട്ടിട്ട് കുറച്ച് നാണൊക്കെ വരും. അങ്ങനെ അവള് സന്തോഷത്തി ഗീജന്റെ കൂടെ കറങ്ങാന്ന് പറഞ്ഞ് സ്കൂളിന്റെ പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ അളിയനാണ് കുറെ സമയമായിട്ടും വരത്തില്ല. അപ്പോഴാണ് ഇവിടെ മറ്റേ ഏറിമിനെ കാണിക്കുന്നത്. അവളുടെ 3 ഫ്രണ്ട്സും ആണ്. ഇവളാ ഗീജന്റെ പുറകെ പോകുന്നോണ്ട് ഒരു യൂസ് ഇല്ലെന്ന് പറഞ്ഞ് ആ ഗീജൻ ഒന്നിനും കൊള്ളാത്ത ഒരു പെങ്കൊച്ചിന്റെ പുറകെ നടക്കാന്ന് പറഞ്ഞ് ഹൂയിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ഏറിമാണ് അതിനിപ്പോ ഞാൻ എന്താണ് ഒരേഷ് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ തടഞ്ഞു നിർത്തത്തില്ല എന്നിന് അവൾ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ഹൂയിനെ റാഗേന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇത് കേട്ട് ഇവളുമാരാണ് ഏറിയും പറഞ്ഞ പോലെ അവളെ ശല്യപ്പെടുത്തുന്നതിന് പ്രശ്നം ഉണ്ടായാലും ഏറിമിന്റെ പേര് തന്നെ പറയാന്നറിഞ്ഞ് ഇവരൊക്കെ തീരുമാനിക്കും. അതേസമയം ഉച്ചയ്ക്ക് 2 മണി പറഞ്ഞിട്ട് ഇവിടെ കുറെ സമയമായിട്ടും ഊയും ഗീജന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അവൾ ഇതുവരെ എത്തിയില്ലെന്നറിഞ്ഞ് അവന് കുറെ മെസ്സേജ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ അവനാണ് ഓൺലൈനിൽ കാണത്തില്ല. അപ്പോഴാണ് ഇവളും ദേഷ്യത്തി ഞാനാണ് ഇവനെ കറങ്ങാൻ വിളിച്ചത്, എല്ലാം അവൻ പ്ലാൻ ചെയ്തിട്ട് ഇപ്പൊ അവസാനം വന്നില്ല, എന്നെന്തോ മണ്ടിയാക്കി നോക്കുന്നു എന്നിന് ഇവള് ദേഷ്യത്തിൽ പോകാൻ നോക്കുമ്പോഴാണ് ഒരേ ശവനില് സംഭവിച്ചോണ്ടാണ് അവൻ വരാത്തെന്നറിഞ്ഞ് ഇവള് പേടിക്കും. അതുകൊണ്ട് അവനെ ഫോൺ വിളിക്കുമ്പോഴാണ് ഇവിടെ നമ്മുടെ അളിയൻ ഇത്ര സമയം ഉറക്കില്ലാതെ അലാറം നോക്കിക്കൊണ്ടിരുന്നോണ്ട് ഇപ്പൊ നല്ലോണം ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. അതുകൊണ്ട് ഉച്ചയ്ക്ക് 2 മണിക്കാന്ന് പറഞ്ഞ അലാറം വെച്ചവൻ മറന്നുപോയി രാത്രി 2 മണിക്കാണ് വെച്ചത്. അതിനെ ശിവ ഫോൺ എടുക്കാത്തോണ്ട് അവളും തിരിച്ച് വീട്ടിലെ ചെല്ലുമ്പോഴാണ് ഇവളെ റാഗ് ചെയ്യാൻ വേണ്ടി മറ്റേ 3 പേരും അവളുടെ പുറകെ തന്നെ ചെല്ലും. അപ്പോഴാണ് ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞ് ഗീജനെ ഉറക്കത്തിൽ നീന്നിട്ടിട്ട് ഷെടാ ഞാനിവിടെ എന്ത് ചെയ്യുന്നു എന്റെ അമ്മോ ഇന്നില്ല അവളെ കാണാൻ ഞാൻ പോകണ്ടേ എന്നിന് അവൻ പെട്ടെന്ന് സമയം നോക്കി ഓടി അവളെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ ആ ധൃതിയില് ഇവൻ പൈസയും ഫോണും ഒന്നും നിന്നെ എടുത്തു കാണത്തില്ല. അപ്പോഴാണ് ടാക്സിക്കാരനും പൈസ ഇല്ലാതെ ഞാൻ നിന്നെ കൊണ്ടാക്കാൻ നിന്റെ ഡ്രൈവറാണ് അവിടെ നിറഞ്ഞ് അവൻ അപ്പത്തന്നെ ഇറക്കിയിടും. അതിനേശ് അവൻ എന്തെന്നറിയാതെ അപ്പത്തന്നെ ഓടി അവളുടെ സ്കൂളിലേക്ക് ചെല്ലും. അതിനേശ് ഇവിടെ ഊയിനും അവളുടെ കൂട്ടുകാരിയോട് അവൻ വരാത്ത കാര്യം പറയുമ്പം അവരാണ് അവൻ വിളിച്ചിട്ട് നിന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തെന്ന് പറഞ്ഞ് അവരൊക്കെ ദേഷ്യത്തിലാകും. അപ്പോഴാണ് ഊയിനും അവൻ അങ്ങനത്തെ വ്യക്തിയൊന്നുമില്ല, ചിലപ്പോൾ അവനെ എന്തൊരു സംഭവിച്ചാണ്, അല്ലാതെ അവൻ വരാമെന്ന് ഇരിക്കത്തില്ല എന്നിന് ഇവളും പറയുമ്പം അവളുടെ ഫ്രണ്ട്സ് ആണ് എങ്കിൽ പിന്നെ മഴ വരുന്ന മുമ്പേ ഇവള് വീട്ടിൽ പോകാൻ വേണ്ടി പറയും. പക്ഷെ ഊയിനാണ് എന്തായാലും ഒന്നും കൂടെ അവന് വേണ്ടി പോയി നോക്കാന്ന് പറഞ്ഞ് ഇവള് സ്കൂളിലേക്ക് പോകാൻ
നോക്കുമ്പം മറ്റവളുമാരാണ് ഇവളെ തടഞ്ഞു നിർത്തിയിട്ട് ഹായ് തോൽവി കണ്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായില്ലേ എന്നിന് അവളെ പിടിച്ചെടുത്തും. ഇതേ സമയം ഗീജനും അവൻ ഓടി തന്നെ അവളെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് വരും. പക്ഷെ അവൾ അവിടെ ഇല്ലാത്തോണ്ട് ഇവന് ഫോണും എടുത്തില്ല. ഇനി എങ്ങനെ അവള് വിളിക്കും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കും. ഇതേ സമയം ഇവളുമാരാണ് അവളെ പിടിച്ചെടുത്തിട്ട് എവിടെ പോന്ന് നിന്നെ ഞങ്ങൾ പോകാൻ സമ്മതിച്ചില്ലല്ലേ എന്നിന് ഇവളുമാരൊക്കെ അവളെ പിടിച്ച് തള്ളിയിട്ട് റാഗിങ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് കറക്റ്റ് അതേ സമയം അവിടേക്ക് ആരോ വരുന്നിട്ട് ഇവെല്ലാം പേടിച്ച് അവിടെ നിന്ന് പോകുമ്പോഴാണ് വന്നത് വേറെ ആരുമല്ല, അത് ഏറിയുമാണ്. അങ്ങനെ അവളും ഒരു നല്ല വ്യക്തിയെ പോലെ ഇവളൊന്ന് സഹായിക്കുന്ന പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ഹൂയിനും വിളിച്ചോണ്ട് പുറത്ത് കടയിൽ ചെന്ന് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് ഹൂയിനാണ് ഇന്നൊന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവളെ സഹായിച്ചതിന് താങ്ക്സ് അറിയും. അപ്പോഴാണ് ഏറിയും അയ്യോ ചേച്ചി ഞാൻ തന്നെ പേടിച്ചോയിരുന്നേ അതുകൊണ്ട് എനിക്കൊന്നും താങ്ക്സ് വേണ്ട, എന്തായാലും അവരെതിർ സംസാരിക്കാത്ത എന്റെയും കൂടെ തെറ്റല്ലേ എന്നിന് ഇവള് പറയുമ്പം ഇത് കേട്ട് ഹൂയിനും ഓ നിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, ഞാൻ ധൈര്യം ഇല്ലാതെ അതെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ഇത് എന്റെ തെറ്റ, കൂടാതെ എന്റെ ചിന്ത ഫുള്ളും എന്നെ ഒരാൾ വെയിറ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു ദേഷ്യത്തിലായിരുന്നു എന്നിന് ഇവളും പറയുമ്പം ഇത് മനസ്സിലാക്കിയിട്ട് ഏറിയുമാണ് ബോയ് ഫ്രണ്ട് ആണോ ജയിക്കും. അപ്പോഴാണ് യൂയിനും ബോയ് ഫ്രണ്ട് എന്നല്ല ജസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചതിന്റെ പുറത്തേക്ക് വരുമ്പം ഏറുമ്പം ഇവളുടെ ഫോൺ നമ്പർ കിട്ടുകയും ചെയ്യും. അങ്ങനെ അവൾക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഇപ്പോൾ ഒരു ഫ്രണ്ട് കിട്ടിയതുകൊണ്ട് ഇവളുടെ നമ്പർ തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ഹൂയിനാണ് അത് വിശ്വസിച്ചിട്ട് ഇവളുടെ ഫോൺ നമ്പറും കൊടുക്കും. അതിനേശം ഏറിയുമ്പോൾ അവളുടെ റിയാക്ഷനൊക്കെ മാറ്റി അവള് ദേഷ്യത്തെ അവിടെ നിന്ന് നടന്നു പോകും. എന്നിട്ട് ഇവിടെ ഹൂയിന് മഴയെ കഴിഞ്ഞിട്ട് അവൾ വീണ്ടും സ്കൂളിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഫുള്ള് നനഞ്ഞ് ഗീജനാണ് മഴത്ത് നിന്നോണ്ടിരിക്കും. അങ്ങനെ ഇവളെ കണ്ട് അവൻ അടുത്തേക്ക് വന്ന് സോറി വയ്ക്കുമ്പോഴാണ് ഇവൾ അവനെ കണ്ട് പേടിച്ചിട്ട് എടാ നിനക്കൊല്ലം പറ്റിയോ, നിന്റെ ഡ്രസ്സ് ഫുള്ളും നനഞ്ഞിരിക്കുവാണല്ലേ, നിനക്കൊരു കോടയെങ്കിലും വാങ്ങിച്ചൂടായിരുന്നു എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനാണെ കരഞ്ഞോണ്ട് എന്റെ കോടയില്ല, പൈസ ഇല്ല, ഫോണും ഇല്ല, സോറി നമ്മൾ ഇന്ന് കറങ്ങാൻ പോകുന്ന വിചാരിച്ച് ഞാൻ ഇത്രയും ദിവസം ഉറങ്ങാതെ അലാറം എന്തെങ്കിലും നോക്കിക്കൊണ്ടിരുന്ന, പക്ഷെ എന്റെ കൂട്ടുകാരന്മാരെ മണ്ടന്മാര് അവന്മാർ ഉച്ചയ്ക്ക് 2 മണിക്ക് വെക്കാതെ രാത്രി 2 മണിക്ക് വെച്ച് അതുകൊണ്ട് ഞാൻ ഉറങ്ങിയും പോയി എന്നിന് ഇവനും പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പം അവളാണ് ഇവൻ പറഞ്ഞ പകുതിയെ മനസ്സിലായുള്ളു, എന്നാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവനെ കരയായിരിക്കാൻ പറയും. കൂടാതെ ഇവനെല്ലാം പറ്റിക്കാണെന്ന് പറഞ്ഞ അവള് പേടിച്ചെന്ന് പറയുമ്പോൾ അവനും ഇവിടെ സന്തോഷത്തി എന്നെ ഓർത്ത് വിഷമിച്ചോ, കുഴപ്പമില്ല ഞാനും ഇത്ര സമയം നിന്നെ ഓർത്ത് പേടിക്കുമായിരുന്നു, കാരണം നിന്റെ വീട്ടിൽ പോയി നോക്കിയിട്ടും നിന്നെ അവിടെ കണ്ടില്ല, അതാ സുൻഹോയുടെ മെമ്മറിയുടെ കൂടെ തന്നെ എന്റെ മെമ്മറി നിന്റെ തലേന്ന് പോയി ഞാൻ പേടിച്ചു എന്നിന് ഇവനും പറയുമ്പം അവളാണ് ഇവന്റെ മെമ്മറിയൊക്കെ അത്രയും പെട്ടെന്ന് എടുത്തു കളയാൻ പറ്റത്തില്ലെന്ന് പറയും. അതിനുശേഷം അവന് പനി പിടിച്ചുകൊണ്ട് ഇവളിപ്പോ വീട്ടിലേ പോകാന്ന് പറയുമ്പം അവനാണ് എന്തായാലും കുറച്ച് സമയം എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ് അവന് വീട്ടിൽ പോകണ്ടെന്ന് പറയും. അതുകൊണ്ട് രാത്രി വരെ ഇവരും പുറത്ത് പാർക്ക് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവൾ അന്നത്തെ പോലെ ചുമ്മാ തമാശക്ക് പറയാതെ ഇവളെ സത്യത്തിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടേന്ന് ചോദിക്കും. കാരണം അവളെ തന്നെ അവൾ അവറേജ് ആയിട്ട് വിചാരിച്ചേക്കുന്നത്, അതുകൊണ്ട് ഇവളെ പോലെ ഒരു വ്യക്തിയെ ഇവ സ്നേഹിക്കാൻ ചാൻസ് ഇല്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവനും ദേഷ്യത്തി നിന്നെ ആരും അവറേജ് എന്ന് പറഞ്ഞ്, ഞാൻ കണ്ട പെങ്കൊച്ചുങ്ങളി നിന്നെ പോലെ ആരും ഇല്ല, നീയാ ഭയങ്കര സ്മാർട്ട്, ഇനി പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, എനിക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി, അങ്ങനെ ഒരാളെ സ്നേഹിക്കാൻ എന്തെങ്കിലുമൊക്കെ റീസൺ ആണോ, അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തോന്നുന്നില്ലേ, എങ്കിൽ നമ്മളിപ്പോ ഫ്രണ്ട്സ് ആണോ എന്നിന് ഇവനും ചോദിക്കുമ്പോൾ അവളാണ് എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളൊന്ന് കിസ് ചെയ്ത് നോക്കിയാലോ അപ്പൊ മനസ്സിലാവും ഫ്രണ്ട്സ് ആണോ അല്ലയോ എന്നിന് ഇവൻ ചോദിച്ച ഉടനെ അവളും അത് ഷോക്കായി പോകും. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അതിനുശേഷം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.